ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ സാന്ത്വന എപ്പിസോഡ് അടിപൊളിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഉദയഭാനും ശ്രീകലയും വന്ന് ഓട്ടോയിനാണ് കേട്ടോ വരുന്നത്. വന്നിറങ്ങുമ്പോൾ തന്നെ അയാൾക്ക് 500 രൂപയാണ് കൊടുക്കുന്നത്. 480 രൂപയാണ് ആയത്. 50 രൂപ താൻ ടിപ്പ് വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഇവരുടെ വീട്ടിലേക്ക് കയറാൻ പോവാണ്. അന്നേരം ആയിരിക്കും കൃഷ്ണമംഗലത്ത് ധർമ്മൻ ഫോൺ വിളിക്കുന്നത് കാണുന്നത്. ധർമ്മോ എന്ന് വിളിക്കും. എങ്ങനെ ഇരുന്ന ധർമ്മനാ, നിനക്ക് ക്യാഷ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചാൽ പോരെ, ഞാൻ തരില്ലായിരുന്നോ എന്നങ്ങ് പറയുമ്പോൾ നമ്മുടെ ധർമ്മൻ ദേഷ്യം പിടിച്ച് അങ്ങ് പോകാൻ നിൽക്കുകയാണ്. അന്നേരം ധർമ്മന്റെ അമ്മ, ധർമ്മ നിൽക്കവിടെ എന്ന് പറയുമ്പോൾ അവിടെ തന്നെ നിൽക്കുവാട്ടോ. ഓ, പുതിയ തലമുറയൊക്കെ നശിച്ചു പോയി എന്ന് ഉദയഭാനു പറയുമ്പോൾ ശ്രീകല പറയും, ഇവിടെ കൂടുതൽ നേരം നിന്നാലേ നമ്മളും നശിച്ചു പോവും, നമുക്ക് ഉള്ളിലേക്ക് കയറാന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ ഉള്ളിലേക്ക് കയറാൻ നേരം ഹാളിൽ തന്നെ എല്ലാവരും നിരന്ന് നിൽക്കുന്നുണ്ടാവും കേട്ടോ. അത് കാണുമ്പോൾ ഉദയഭാനു പറയും, ഓ എത്ര നാളായി എല്ലാരെയും കണ്ടിട്ട് അല്ലേ ശ്രീകല എന്ന് പറയും. അതെ, ഞാൻ വളരെ ബിസി ആയതുകൊണ്ടേ ബാലം വിളിച്ചപ്പോൾ തന്നെ പോരാന് പറ്റിയില്ല. ഞാൻ ഇന്ന് സൗത്ത് ആഫ്രിക്കയിലാണെങ്കിൽ നാളെ ദക്ഷിണാഫ്രിക്കയിലാണല്ലോ. ബാലം വിളിച്ചപ്പോഴേ ഞാൻ ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് വന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ശ്രീകലയെ അതൊക്കെ അവർക്ക് എടുത്തു കൊടുക്ക് എന്നങ്ങ് പറയുമ്പോ എന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകല എടുത്തുകൊണ്ട് ഗോമതിയെ ഒരു നോട്ടം ഉണ്ട് കേട്ടോ. അന്നേരം ഗോമതിയുടെ മുഖം കണ്ടിട്ട് ശ്രീകലയ്ക്ക് എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. ഇവരുടെ ഈ തള്ളി കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ദേവിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ദേവി വേഗം പോയിട്ട് അമ്മയെന്ന് വിളിക്കും. അന്നേരം നമ്മുടെ ഉദയഭാനു, ഓ എന്തിനാ മോളെ കരയുന്നത്, സന്തോഷ കണ്ണീരാണോ? കുറേ ദിവസമായിട്ട് അമ്മയെ കാണാത്തതിലുള്ള സന്തോഷ കണ്ണീരാ എന്നങ്ങ് പറയുന്നത്. നമ്മുടെ ഗോമതി പറയും, നിങ്ങളൊക്കെ മനുഷ്യരാണോന്ന്. അപ്പൊ തന്നെ ഇവരുടെ മുഖമൊക്കെ മാറുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും പ്ലേറ്റ് മാറ്റി ചവിട്ടാണ് നമ്മുടെ ഉദയഭാനു. ഓ, ബാലൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞതിന്റെ കഥ ഇതാണല്ലേ. ഗോമതിക്ക് ഈ അസുഖം പണ്ടേ ഉണ്ടോ അതോ ഇപ്പോ തുടങ്ങിയതാണോ? ഇപ്പോഴേ ഈ ഭ്രാന്തിനൊക്കെ നല്ല ചികിത്സ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും ഗോമതിക്ക് അങ്ങ് ദേഷ്യം പിടിക്കും. ആർക്കാടോ ഭ്രാന്ത്? ഒരു കുടുംബത്തെ ഇങ്ങനെയൊക്കെ ചതിക്കാവോ? എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ കയറി വന്നിരിക്കുന്നു എന്നങ്ങ് പറഞ്ഞതും, അയ്യോ മോളെ, മോക്കൊരു പ്രശ്നമില്ല, മോള് പെർഫെക്റ്റ് ഓക്കെ അല്ലേ എന്ന് ചോദിക്കാട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഗോമതിക്ക് ദേഷ്യം പിടിച്ചിട്ട് നേരെ ദേവിയുടെ അടുത്തേക്ക് പോവാ. എടി, നിന്റെ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ, എനിക്ക് ഭ്രാന്താണോലോ? ആണോടി എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ദേവി കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിന്നിട്ട് പറയും, അല്ലാന്ന് അമ്മ ഓക്കെ ആണെന്ന് പറയും. പിന്നെ ആരാ കുഴപ്പം കാണിച്ചതെന്ന് ചോദിക്കും. ഞങ്ങളാന്ന് പറയുമ്പോൾ വീണ്ടും ഞെട്ടാണ് കേട്ടോ നമ്മുടെ ശ്രീകലയും ഉദയഭാനും. ഞങ്ങൾ എന്തോ കുഴപ്പം കാണിച്ചു മോളെ എന്നങ്ങ് പറഞ്ഞതും ഗോമതി പറയും, ഞങ്ങൾക്കെല്ലാം മനസ്സിലായി ഉദയഭാനു എന്താന്നും അയാളുടെ കുടുംബം എന്താന്നും എന്ന് പറഞ്ഞ് ഗോമതി പറയും, നിങ്ങളെ മോളെ BAയും MAയും വരെ ഒന്നും പഠിച്ചില്ലല്ലോ, 10ാം ക്ലാസ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ അവൾക്ക് ലിറ്ററേച്ചറിൽ ഗോൾഡ് മെഡൽ കിട്ടിയതേ വീട്ടിലിരിപ്പുണ്ടെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ ആനന്ദിനങ്ങ് ചൂടാവാൻ കേട്ടോ. ആനന്ദ് എണീറ്റ് നിന്നിട്ട്, നാക്കെടുത്ത നുണ പറയുന്ന തന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവിടെ കാണുന്ന എന്തോ ഒരു പ്രതിമ എടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവരും കൂടി അങ്ങ് പിടിക്കുക. അപ്പോഴും നമ്മുടെ ശ്രീകലയും ഉദയഭാനും വിട്ടുകൊടുക്കുന്നില്ല കേട്ടോ. ഇവൾക്ക് സ്വർണ്ണ മെഡൽ കിട്ടിയത് കാണാനാണെങ്കിൽ വീട്ടിലേക്ക് വന്നാൽ മതി, അത് അവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയും. വീണ്ടും നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട്, എടാ വിടറാ, ഇയാളെ തല അടിച്ച് പൊട്ടിച്ചില്ലെങ്കിലേ എനിക്ക് സമാധാനം കിട്ടത്തില്ല. നാക്കെടുത്ത നുണ പറയുന്ന തന്നെ തന്റെ മോളെയും എന്താ ഇനി ഞങ്ങൾ ചെയ്യേണ്ടത്? നിങ്ങളുടെ മകളായതുകൊണ്ടാവും അവൾ ഇങ്ങനെ ആയത്. പിന്നീട് ദേവി ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മുടെ ശ്രീകലയ്ക്കും ഉദയഭാനുവിനും പെട്ടു എന്ന് മനസ്സിലായി നിൽക്കുന്ന ഒരു രംഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു കേട്ടോ.